എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. നമുക്ക് ഇന്ന് ക്രിയാധാതു അതിൻ്റെ ശരിയായ ഉചിത രൂപം എങ്ങനെയാണ് ഉപയോഗിക്കുക, അതുപയോഗിച്ച് ഇങ്ങനെയുള്ള ഇത് ഉപയോഗിച്ച് നമുക്കിത് എങ്ങനെ പൂരിപ്പിക്കാമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് ക്രിയാധാതുക്കളാണ്. അതിൻ്റെ ഉചിത രൂപം നിങ്ങളിവിടെ ഉപയോഗിക്കണം. ഞാനിവിടെ അത് വായിക്കാം. അപ്പം നമ്മൾ ഇത്രയും കാലം ഭൂതകാല ക്രിയകൾ കാലം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഏത് കാലത്തിലാണ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ക്രിയകൾക്ക് എങ്ങനെ മാറ്റം വരുന്നതെന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ഖണ്ഡിക ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രിയാധാതുക്ക ഉചിത രൂപം നിങ്ങൾ എഴുതണം. ഇവിടെ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ എന്താണ്? മേ റോസ് സമാചാർ പത്ര പഠ്. അപ്പോൾ ഈ പഠ് എന്നതിൻ്റെ ഏത് രൂപമാണ് ഇവിടെ പ്രയോഗിച്ചാൽ അർത്ഥം ശരിയാവും, അല്ലെങ്കിൽ ഏതാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സമാചാർ പത്ര സേ മുझे बहुत लाभ है. दुनिया के समाचार मैं उससे समझ तुम भी ऐसा ही कर. അപ്പോൾ ഇതിൻ്റെ ശരിയായ വിധിരൂപം നിങ്ങളിവിടെ ചേർക്കണം. ഞാൻ ഒരു ഉദാഹരണം പറയണോ? ഒരു ഉദാഹരണം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവ സ്വന്തമായിട്ട് ചെയ്താൽ വളരെ നന്ന്. ഞാൻ ഇവിടെ പറയാം. ഇത് ഞാൻ എന്താ ചേർക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ മറ്റുള്ളത് നിങ്ങൾ സ്വയം ചെയ്യണം. മേ റോസ് സമാചാർ പത്ര പഠ്. അപ്പോൾ ഇവിടെ മേ എന്ന് വരുമ്പോൾ എന്താ വരിക? ഇനി അത് ആരായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുല്ലിംഗ സ്ത്രീയോ പുരുഷനോ ആരോ ആവട്ടെ. അപ്പോൾ മേ റോസ് സമാചാർ പത്ര എന്തുവരും? ഞാൻ ദിവസവും പത്രം വായിക്കാറുണ്ട് എന്നെങ്ങനെ പറയാം? പഠ് എന്നുള്ളത് എന്തായി മാറും? मैं रोज समाचार पत्र पढ़ता हूँ. സ്ത്രീയാണെങ്കിൽ പഠിത്തി ഹും എന്ന് വരും. അല്ലേ? അങ്ങനെയല്ലേ വരുക? മറ്റെന്തെങ്കിലും തരത്തിൽ വരുമോ? ഇല്ല. ഇനി സമാചാർ പത്ര സേ മുझे बहुत लाभ है. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ഹോന എന്നതിൻ്റെ ക്രിയാധാതു അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? എനിക്ക് ധാരാളം ഉപയോഗമുണ്ടല്ലേ? സമാചാർ പത്രം വായിക്കുന്നതിലൂടെ എനിക്ക് ധാരാളം ലാഭമുണ്ടെന്നാണ്, പ്രയോജനമുണ്ട് അല്ലേ? അത് ആർക്കായാലും ഉണ്ടാവും. അപ്പോൾ എന്താ ഇവിടെ വരിക? ഹോ എന്നുള്ളത് എന്തായി മാറും കുട്ടികളെ? സമാചാർ പത്ര സേ മുझे बहुत ലാഭ് ഈ മേ തന്നെ ഞാൻ പറയുന്നത്. അപ്പം മുझे बहुत लाभ होता है അല്ലേ? ഇവിടെ ഹോ എന്നുള്ളത് ഹോത്താ ഹെ എന്നായി മാറും. പിന്നെ അടുത്തത് എന്താണ്? ദുനിയാ കെ സമാചാർ മേ ഉസ്സേ സമജ്. ലോകത്തെ മുഴുവൻ വാർത്തകളും ഞാൻ ഇതിലൂടെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? അപ്പം മനസ്സിലാക്കാൻ കഴിയും എന്നെങ്ങനെ വരിക? സമജ് സഖ് എന്നുള്ളത് സക്ക എന്ന് വരും അല്ലേ? ദുനിയാ കെ സമാചാർ മേ ഉസ്സേ സമജ് സക്കാ. ഉണ്ടോ? തും ഭി ഐസാ ഹി കർ. നിങ്ങളും അതുപോലെ ചെയ്യുവിൻ എന്ന് വരുമ്പോൾ എന്താ വരിക? തും ഭി ഐസാ ഹി കറോ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ഖണ്ഡിക നോക്കാം. നിങ്ങൾ സ്വയം ചെയ്യണം കേട്ടോ കുട്ടികളെ. मैंने आज एक उपन्यास का पहला अध्याय पढ़.
അപ്പോൾ मैंने ഉണ്ടോ मैंने ഞാൻ ക്ലൂ തരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം मैंने आज एक उपन्यास का पहला अध्याय पढ़ रोज मैंने उपन्यास पढ़ने വാചനാലയ ജ എന്നുള്ളത് എന്തായി മാറും मैं उपन्यास पढ़ने वाचनालय डैश इससे मेरा ज्ञान വർദ്ധിക്കുന്നു അല്ലേ ബഡ് എന്താ കുട്ടികളെ ഇത് വരിക मैंने आज एक उपन्यास का पहला अध्याय पढ़ा അല്ലേ പഠ എന്നുള്ളത് പഠ എന്നായി മാറും റോസ് मैं उपन्यास पढ़ने वाचनालय जाता हूँ അതെ ഉപന്യാസം എന്ന് പറഞ്ഞാൽ നോവൽ അല്ലേ നോവൽ വായിക്കാൻ ഞാൻ പോകുന്നു അത് വാചനാലയത്തിൽ അല്ലേ ഇസ്സേ മേരാ ജ്ഞാൻ ഇതിലൂടെ എൻ്റെ ജ്ഞാനം വർദ്ധിച്ചു അല്ലേ വർദ്ധിച്ചു വരുന്നു ഇസ്സേ മേരാ ജ്ഞാൻ ബഡ്താ ഹേ ഉണ്ടോ ബഡ്താ ഹേ ഇനി ഒന്നുകൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് നോക്കാം അടുത്തത് എന്താണ് മക്കളെ ഭഗത് സിംഗിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലേ ഭഗത് സിംഗ് കേട്ടിട്ടില്ലേ ഭഗത് സിംഗ് अपने प्रण के पक्के रहते थे അപ്പോൾ രഹിന് എന്താ അവിടെ ഉപയോഗിക്കുക ഭഗത് സിംഗ് अपने प्रण के पक्के थे उन्होंने अंग्रेज़ों के विरुद्ध लड़ाई डैश कर अल्ले ഇവിടെ कर എന്നൊന്ന് वे देश के लिए शहीद हो जा भारत के इतिहास में वे अमर रह എന്താ വരുക ഭഗത് സിംഗ് अपने प्रण के पक्के रहे थे അല്ലേ അദ്ദേഹം തൻ്റെ പ്രതിജ്ഞയിൽ ദൃഢനിശ്ചയമുള്ള ഒരു വ്യക്തിയായിരുന്നു ഭഗത് സിംഗ് उन्होंने अंग्रेज़ों के विरुद्ध लड़ाई എന്താ ഒരു കുട്ടികളെ യുദ്ധം ചെയ്തു എന്നാണ് പറയേണ്ടത് ഇംഗ്ലീഷുകാരോട് അദ്ദേഹം യുദ്ധം ചെയ്തു അപ്പം കർ എന്നുള്ളത് എന്തായി ലഡായി കി അല്ലേ ലഡായി കി വേ ദേശ് കെ ലിയേ ഷഹീദ് അതെ രക്തസാക്ഷിയായി അല്ലേ ഷഹീദ് ഹോ ജാ എന്നുള്ള എന്തായി മാറും കുട്ടികളെ ദേശ് കെ ലിയേ ദേശത്തിന് വേണ്ടി അദ്ദേഹം രക്തസാക്ഷിയായി ഷഹീദ് ഹോ ഗയി അല്ലേ എന്തായി വേ ദേശ് കെ ലിയേ അദ്ദേഹമാണ് അപ്പം ഗയേ അല്ലേ വേ ദേശ് കെ ലിയേ ഷഹീദ് ഹോ ഗയേ അല്ലേ രക്തസാക്ഷിയായി തീർന്നു ഭാരത് കി ഇതിഹാസ് മേ വേ അമർ അതെ ഭാരത ചരിത്രത്തിൽ അദ്ദേഹം ആരാണ് ഒരിക്കലും മരിക്കാത്ത വ്യക്തിയാണ് അമറാണ് അല്ലേ അമർ റഹേങ്കെ അല്ലേ അദ്ദേഹം ഇന്നും ഇതിഹാസ ചരിത്രത്തിൽ ഇന്നും അല്ലെ ഭാരതത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു അല്ലേ അമർ റഹേങ്കെ മരിക്കാതിരിക്കുന്നു രഹ എന്നുള്ള എന്തായി മാറും രഹേങ്കെ ഭാരത് കെ ഇതിഹാസ് മേ വേ അമർ രഹേങ്കെ അപ്പം ഇങ്ങനെയുള്ള ക്രിയാധാതുക്കൾ തന്നാൽ നിങ്ങൾ എങ്ങനെയാണ് അർത്ഥം മനസ്സിലാക്കിയിട്ട് പൂരിപ്പിക്കേണ്ടത് അല്ലെ അതെങ്ങനെയാണെന്ന് ക്രിയാധാതു എങ്ങനെയാണ് ഏത് വിധത്തിലാണ് ഉപയോഗിക്കുകയെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കിയെടുക്കാം ഇത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടി വന്നിട്ടില്ല നിങ്ങൾ തന്നെ ഇത് ഓർമ്മിച്ച് ചെയ്യുക സ്വന്തം നോട്ട്ബുക്കിലേക്ക് സ്വയം പകർത്തിയെടുക്കുക ഇതുപോലെ വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം അപ്പം ഒരു ലൈക്കെങ്കിലും നിങ്ങൾക്ക് തരാം തന്നൂടെ മക്കളെ ഒരു ലൈക്ക് തന്നൂടെ മക്കളെ നിങ്ങൾക്ക് തരാലോ അല്ലേ എന്നാൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ചിട്ട് ഞാൻ
തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.